ബിഗ് ബോസ് സീസൺ 6-ൽ പ്രേക്ഷകർ കാത്തിരുന്ന വൈൽഡ് കാർഡ് എൻട്രിയാണ് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ്. വമ്പൻ മേക്ക് ഓവറിലാണ് സായി കൃഷ്ണ ബിഗ് ഹൗസിൽ എത്തിയിരിക്കുന്നത്. പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് അവരിൽ ഒരാളായി സീക്രട്ട് ഏജന്റ് എത്തുമെന്നും അവർക്ക് പറയാനുള്ളത് സീക്രട്ട് ഏജന്റ് പറയും എന്നാണ്. കാരണം സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടന്റാക്കുന്ന ആളാണല്ലോ സീക്രട്ട് ഏജന്റ്. അപ്പോൾ തീർച്ചയായും പ്രേക്ഷകരുടെ പൾസ് അറിയാൻ സായിക്ക് കഴിയും. ഗബ്രി, ജാസ്മിൻ വിഷയത്തിലൊക്കെ സായി ശക്തമായി പ്രതികരിക്കും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ കമൻറ്റുകൾ. പക്ഷേ ഇന്നത്തെ മേക്ക് ഓവർ കണ്ടപ്പോൾ സായിക്ക് സായിയുടേതായ മറ്റൊരു ഗെയിം പ്ലാൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ യൂട്യൂബിൽ കാണുന്ന പോലെ അത്ര അഗ്രസീവ് ആയിരിക്കില്ല റിയൽ ലൈഫിൽ സായി. ഒരു അഗ്രസീവ് ഫീൽ ഉണ്ടാക്കാനാണോ പുതിയ മേക്ക് ഓവർ എന്നറിയില്ല. കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ തോന്നാൻ കാരണം അശ്വന്ത് കോക്കും ഉണ്ണിയും സായിയുമുള്ള ഒരു പഴയ ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അതിൽ അശ്വന്ത് കോക്കും ഉണ്ണിയുമൊക്കെ പറയുന്ന പോലെ ശക്തമായ നിലപാടുകൾ പറയാൻ സായിക്ക് ആ ഇൻ്റർവ്യൂവിൽ സാധിച്ചില്ല. അതുപോലെ ഇത്രയും മേക്ക് ഓവറുമായി വന്നയാൾ ലാലേട്ടൻ്റെ മുന്നിൽ പതറുന്ന പോലെയാണ് തോന്നിയത്. പ്രേക്ഷകരുടെ പ്രതീക്ഷ തെറ്റിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. തൻ്റെ ഫേവററ്റ് പ്ലെയറായി സായി തിരഞ്ഞെടുത്തത് ഗബ്രിയാണ്. അതുപോലെ സായിയുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ജാസ്മിൻ ഇല്ല. സായിയും ജാസ്മിനുമൊക്കെ സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ ഇന്നത്തെ സായിയുടെ എൻട്രി കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ്. റിയൽ ഗെയിം വരാൻ പോകുന്നതേയുള്ളൂ. നിലവിൽ ഗെയിം പൂർണ്ണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് സായി. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാവും. സീക്രട്ട് ഏജന്റിൻ്റെ അല്ല, സായി കൃഷ്ണയുടെ ഗെയിം കളിക്കാനാണ് വന്നതെന്നും സായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗെയിം കാണാൻ എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ്. സായി കൃഷ്ണ ആവട്ടെ ബിഗ് ബോസ് സീസൺ 6-ൻ്റെ ഗെയിം ചേഞ്ചർ.